ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ INFJ വ്യക്തികളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ സ്റ്റാക്കിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. INFJ ആളുകളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. INFJ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ്, ഇമോഷനും അതേപോലെ തോട്ട്, ലോജിക്ക്, റീസൺ എന്നൊക്കെ പറയുന്നത്. റീസൺ ആയിക്കോട്ടെ, ഇമോഷൻ ആയിക്കോട്ടെ, ഈ രണ്ട് കാര്യങ്ങൾക്കും നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. ഒരുപാട് ഫേമസ് ആയ വ്യക്തികൾ, ഒരുപാട് സമൂഹത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ INFJ വ്യക്തികളായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് INFJ വ്യക്തികളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം, അവരൊരു മെൻ്റൽ അവസ്ഥ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു കാര്യത്തെ നോക്കിക്കാണുന്നത്, അവർ സങ്കടം വന്നാൽ പെട്ടെന്ന് അവർ ഏതൊക്കെ രീതിയിൽ എങ്ങനെ അവർ ബാധിക്കുന്നുണ്ടായിരിക്കും, എങ്ങനെയാണ് അവർ സമൂഹത്തോട് ആളുകളുടെ അടുത്ത് ഒക്കെ ഇടപെടുന്നുണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നോക്കാം, എന്താണ് ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ. കോഗ്നിറ്റീവ് ഫങ്ഷൻ സ്റ്റാക്ക് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. നമ്മൾ ഇൻറ്റ്യൂഷൻ, അതേപോലെ തിങ്കിങ്, അതേപോലെ ഫീലിംഗ്, അതേപോലെ സെൻസറി ആയിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇതൊക്കെ എങ്ങനെയാണ് ഒരാളിൽ ഉണ്ടാവുക എന്ന് ഡിനോട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ അതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഫങ്ഷണൽ സ്റ്റാക്ക് എന്ന് പറയാം. അതിൻ്റെ ബേസിക്കായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. INFJ ആളുകളിലേക്ക് വരുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്നാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. INFJയിൽ തന്നെ എല്ലാവരും ഒരുപോലെയാവണോ അങ്ങനെയൊന്നുമില്ല. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, നമ്മുടെ ഒരു എക്സ്പോഷർ വെച്ച്, നമ്മൾ വളർന്നു പോകുന്ന ഒരു അന്തരീക്ഷം വെച്ച് ഒക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. നമുക്കറിയുന്ന എല്ലാ ആളുകളും ഒരേ അച്ചിൽ വാർത്തെടുത്ത ആളുകളൊന്നും അല്ലല്ലോ. ഒരേ ടൈപ്പ് ആളുകളാണെങ്കിലും MBTI സെയിം ആയിട്ടുള്ള ആളുകളാണെങ്കിലും അതിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കാം, ഇതിൽ INFJ ആളുകളിൽ വരുന്ന ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷനാണ് ഡോമിനൻ്റ് ആയിട്ട് ഫങ്ഷൻ വരുന്നത്. എന്താണ് ഈ ഡോമിനൻ്റ് ഫങ്ഷൻ, ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡോമിനൻ്റ് ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ ലൈഫിനെ സ്വാഭാവികമായ രീതിയിൽ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫങ്ഷൻ, അങ്ങനെ എടുക്കാം. അപ്പോൾ ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷനാണ് ഇത് വരുന്നത്, ഡോമിനൻ്റ് ആയ ഫങ്ഷൻ. എന്താണ് ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? NI എന്ന് പറയും അതിന്. N എന്ന് പറഞ്ഞാൽ ഇൻറ്റ്യൂഷൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു, I എന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ടഡ് എന്നർത്ഥം. ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ NI. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, എന്താ എടുക്കുക. ഇപ്പോൾ ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയാം, ഓക്കെ, പറയുന്ന സമയത്ത് നമ്മൾ പല ആളുകളും ചെയ്യുന്നത് വെച്ചാൽ അവർ സംസാരിക്കുന്ന കാര്യം, അതേപോലെ അവരുടെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ്, അവരുടെ ടോണ്, ഇതൊക്കെ വെച്ചിട്ട് ആൾ നുണ പറയുകയാണെങ്കിലും നമ്മളൊരു പക്ഷേ സത്യസന്ധമായിട്ട് പറയുന്ന രീതിയിൽ അവർ ഫേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വിശ്വസിക്കേണ്ടായിരിക്കും. പക്ഷേ INFJ ആളുകളോട് ഈ പരിപാടി നടക്കാൻ വളരെ പാടാണ്. അതായത് ഒരാൾ നമ്മളോട് നുണ പറയുകയാണെങ്കിൽ നമുക്ക് അയാളുടെ ലിപ്പ് മൂവ്മെൻറ്റ്, അയാളുടെ ടോൺ, അയാളുടെ ബ്രീത്തിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നുണയാണോ കള്ളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഐബ്രോ, അതുപോലെ ഐലിഡിൻ്റെ മൂവ്മെൻറ്റ്, ഇങ്ങനെ കുറേ സാധനങ്ങൾ. അതുപോലെ അയാൾ പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റു പലരും കാണാത്തൊരു പാറ്റേൺ നമ്മൾ കണ്ടെത്തും. ഇത് ആളുകളുടെ മാത്രമല്ല, പല കാര്യങ്ങളിലും. ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, ഫാമിലി ലൈഫിലും, സോഷ്യൽ ലൈഫിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, കുറേ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇത് ആരും കാണാത്ത കുറേ പാറ്റേണുകൾ, കണക്ഷൻസ് നമ്മൾ കണ്ടെത്തും. ഇത് സ്വാഭാവികമായിട്ട് നമുക്കൊരു സാധനം ഇങ്ങനെ വരും. അതാണ് പലപ്പോഴും ഒരു കാര്യത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഇതിങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്, ഇങ്ങനെ കുറേ സാധനങ്ങൾ വരും. അപ്പോൾ പൊതുവെ INFJകൾ ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു പലരും വിശ്വസിക്കില്ല. അവർ നമ്മളെ വല്ലാത്ത രീതിയിൽ കുറ്റം പറയലൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ആയിരിക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ INFJ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് വിമർശിക്കും. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞ സാധനമായിരിക്കും ഒരു ശരി എന്നുള്ള ലെവലിൽ അവരെടുക്കാൻ വരും. ആൾക്ക് എങ്ങനെ അത് മനസ്സിലായത്, അല്ലെങ്കിൽ ഇജ്ജ് പറഞ്ഞ അന്ന് പറഞ്ഞ് ശരിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഈ പറയുന്ന ആരും കാണാത്ത കുറേ പാറ്റേണുകളും ഇൻ്റർ കണക്റ്റഡ്നെസ്, ഈ സാധനമൊക്കെ ഒരു നെറ്റ്വർക്കിംഗ് സാധനം നമ്മുടെ മണ്ടയിൽ നമ്മൾ അറിയാണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരിക്കും. ഇതാണ് ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ. അപ്പോൾ ഇത് പലർക്കും ഇങ്ങനൊരു സാധനമല്ല. അപ്പോൾ ഇത് നമ്മുടെ വലിയൊരു പ്ലസ് പോയിൻ്റാണ്. നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ജോലിയിൽ ഒക്കെ അത് ഒരുപാട് ഗുണം ചെയ്യും നമുക്ക്. പക്ഷേ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ വളരെ കള്ളത്തരം കാണിക്കുന്ന ഒരാളായിരിക്കും. അയാൾ
ജെന്യൂനായ രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിശ്വസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഉമ്മക്കുള്ള വിശ്വാസമായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുക അയാളെ വിശ്വസിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരൊക്കെ പറയും തണുക്ക് മാത്രം വിശ്വസിക്കാൻ പറ്റാത്ത അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുണ്ടാവും. ഏറ്റവും അവസാനം അയാളുടെ തനി നിറം പുറത്ത് വരുന്ന സമയത്ത് ഇവർ റിയ എന്ന് പറഞ്ഞ് ശരിയാണ് കിട്ടുന്നു. പക്ഷേ അതുവരെ നമ്മൾ എമ്മാതിരി കുത്തുവാക്കുകൾ കേട്ടിട്ടായിരിക്കും. ഇതാണ് ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ. ഇത് നമ്മുടെ ഡോമിനൻറ്റ് ഫംഗ്ഷനാണ്. ഇത് നമ്മുടെ വലിയൊരു ബ്ലെസ്സിങ് ആണ് നമുക്ക്. രണ്ടാമത്തെ സാധനം ഇപ്പോൾ നമ്മൾ പറയില്ലേ 4C ചെയ്യുക എന്നൊക്കെ പറയില്ലേ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരാൾ രാശി വെച്ച് നോക്കണ വരും. ഞാൻ ഈ രാശി വെച്ച് നോക്കണതിനെ അപ്ഹോൾഡ് ചെയ്ത് സംസാരിക്കല്ല കേട്ടോ, അങ്ങനെയല്ല. ഞാൻ പെട്ടെന്ന് വായി തോന്നിയൊരു സാധനം പറഞ്ഞു. ഇപ്പോൾ നമുക്ക് പറയില്ലേ മറ്റാരും കാണാത്തൊരു സാധനം നമ്മൾ കാണുകയാണ്. ഒരു 6th സെൻസ് പോലുള്ള സാധനം ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ. രണ്ടാമത്തെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ വരുന്നത് ഓക്സിലറി ഫംഗ്ഷൻ. അതായത് ഈ ഡോമിനൻറ്റ് ഫംഗ്ഷന് നേരെ താഴെയുള്ള ഫംഗ്ഷൻ എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ്. എന്താണ് എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞ ഫീലിംഗ്, ഈ പറഞ്ഞ എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ പെട്ടെന്ന് ആളുകളുടെ ഇമോഷൻസും ഫീലിങ്സൊക്കെ നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരാൾ വളരെ സങ്കടപ്പെട്ടിട്ട് നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ പല ആളുകൾക്കും ആ സങ്കടപ്പെടുന്നു അതുമാത്രമേ മണ്ടേ കയറുണ്ടാവുക, ഹാർട്ടിൽ കയറുണ്ടാവുക. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഒരാൾ ചിലപ്പോൾ വളരെ ചിരിച്ചിട്ടായിരിക്കും നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അയാളുടെ പെയിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇത് നല്ല റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ആളുകളായിട്ട് പെട്ടെന്ന് നമുക്ക് ഫീലിങ്സ് ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് സംഗതി. അത് അയാൾ എത്ര ഇമോഷൻസ് അയാളുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്ത് വെച്ചാലും നമുക്കത് കുറേ മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ്. ഈ എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ് വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും നമുക്ക് സെറ്റാവുന്ന ഒരു മേഖലയൊക്കെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ പല ശ്രദ്ധിച്ചില്ല, INFJകൾ പൊതുവേ അവരുടെ ലൈഫിനൊരു പർപ്പസ് ഉണ്ടായിരിക്കും. അതായത് വെറുതെ എന്തെങ്കിലും ജീവിക്കുക, തിന്നുക, സെക്സ്, അല്ലെങ്കിൽ കുറേ അടിച്ചു കുളിക്കുക, വീട് വയ്ക്കുക, കാശുണ്ടാക്കുക, ഇങ്ങനെയല്ല INFJകൾ ഉണ്ടാവുക. INFJകൾക്കൊരു ലൈഫിലൊരു പർപ്പസ് ഉണ്ടായിരിക്കും. ഈ പർപ്പസ് ഉണ്ടാകുന്ന ഈ എക്സ്ട്രോവേർട്ടഡ് ഫീലിങ്ങിന് ഒരുപാട് സ്വാധീനമുണ്ട്. അതായത് അവർ സാമൂഹികമായിട്ട് അല്ലെങ്കിൽ അവരുടേതായ പാർട്ട്ണറുമായിട്ടുമൊക്കെ വ്യക്തിബന്ധങ്ങളിലൊക്കെ വൈകാരികമായിട്ടുള്ളൊരു കണക്ഷൻ കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ അടുത്ത സുഹൃത്തുക്കളെയൊക്കെ നോക്കിയാൽ മനസ്സിലാവും അവർ വൈകാരികമായ ഒരു കണക്ഷൻ കാര്യമായി ഉണ്ടാവും. INFJകൾ തമ്മിൽ, INFJകളുടെ റിലേഷൻഷിപ്പിലും സോഷ്യൽ ലൈഫിലൊക്കെ. ടെർഷ്യറി ഫംഗ്ഷൻ, അതായത് ഇന്ന് അത്ര തന്നെ ഡെവലപ്ഡ് അല്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ അത്ര തന്നെ ഉപയോഗിക്കാത്ത ഒരു സംഭവമാണ്. ഉപയോഗിക്കാത്ത എന്ന് പറഞ്ഞാൽ തീരെ ഉപയോഗിക്കില്ല എന്നല്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, നമ്മൾ ആദ്യം പറഞ്ഞ ലെവലിൽ നോക്കുമ്പോൾ 3ാം സ്ഥാനത്തേക്ക് വരുന്ന സാധനം ടെർഷ്യറി ഫംഗ്ഷനാണ് ഇൻട്രോവേർട്ടഡ് തിങ്കിങ്. എന്താണ് ഇൻട്രോവേർട്ടഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ? ഇൻട്രോവേർട്ടഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ടി എന്ന് പറഞ്ഞാൽ തിങ്കിങ്, I എന്ന് പറഞ്ഞാൽ ഇൻട്രോവേർട്ടഡ്. എന്താ ഇൻട്രോവേർട്ടഡ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ? അതായത് ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ലോജിക്ക് ഉണ്ടായിരിക്കും, ഒരു റീസണിങ് ഉണ്ടായിരിക്കും. അതായത് ഇതിങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെയായി മാറണം, ഇതിങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇത് മറ്റേതങ്ങനെയായി മാറണം. ഈ ഒരു കണക്ഷൻ ഉണ്ടാവും, നമുക്കൊരു നെറ്റ്വർക്കിംഗ് ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ, നമ്മളുടെ ഓരോ കാര്യങ്ങളെ വെച്ചിട്ടും. ഇത് ആളുകൾക്ക് മനസ്സിലാവണമെന്നില്ല. അവരൊന്നും എന്ത് കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഇതിങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത്, പക്ഷെ നമുക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഇതാണ് ഇൻട്രോവേർട്ടഡ് തിങ്കിങ്. പക്ഷേ വിഷയം എന്താ വെച്ചാൽ, നമ്മൾ പൊതുവെ പീസ് മേക്കേഴ്സ് ആയതുകൊണ്ട് ആളുകൾക്ക് ആർഗ്യൂ ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു തിങ്കിങ് സാധനം റീസണിങ് കറക്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് ആളുകൾ തർക്കിക്കുന്ന സമയത്ത് ആ ഇമോഷൻ സാധനം ഇതൊക്കെ നമ്മുടെ ഉള്ളിലാണ്ട് കയറിയിട്ട് എന്താ വെച്ചാൽ നമ്മുടെ ഈ തിങ്കിങ്ങിൻ്റെ ആ സാധനം വിട്ടുപോകും. എനിക്ക് ലൈഫിൽ പലപ്പോഴും പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഭാഗത്ത് തന്നെ ആയിരിക്കും കറക്റ്റ് പോയിൻ്റ് ആയിരിക്കും നമ്മൾ പറയുന്നത്, ഒരു കിടക്കച്ച് പോയിൻ്റാണ് പറയുന്നത്. പക്ഷേ വിഷയം എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമ്മളെ കളിയാക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലോ ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തിങ്കിങ്ങിൻ്റെ സാധനമല്ല പുറത്ത് വരിക. നമ്മൾ ഇമോഷണലി ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരിത് മാറിക്കും. കാരണം നമ്മളൊരുപാട് ഹേർട്ടാവും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇതാണ് ഇൻട്രോവേർട്ടഡ് തിങ്കിങ്. ഇൻട്രോവേർട്ടഡ് തിങ്കിങ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻട്രോവേർട്ടഡ് തിങ്കിങ്ങും അതേപോലെ നമ്മുടെ എക്സ്ട്രോവേർട്ടഡ് ഫീലിങ്ങും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു INFJ എന്ന് പറഞ്ഞാൽ നല്ല ഹെൽത്തി ആയിരിക്കും. അവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് സമൂഹത്തിൽ. അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ഉള്ളിൽ എത്ര റീസണിങ്ങും ലോജിക്കും പവറും ഉണ്ടെങ്കിലും നമ്മൾ ഇമോഷണലി തകർന്നു പോയിട്ട് ലൈഫും കയ്യിൽ നിന്ന് പോയി അങ്ങനെ ഒരു ലെവലിലൊക്കെ ഒരുപാട് പേര് നമ്മൾ ചൂഷണം ചെയ്യും. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഈ INFJകളെ ഈ എന്താ പറയുക, ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കാനോ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫീൽഡിലൊക്കെ വരികയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ലിറ്ററേച്ചറിൽ വരികയാണെന്ന് വിചാരിക്കുക. ലിറ്ററേച്ചറിലൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അടിപൊളി കഥകളും നോവലുകളൊക്കെ നമുക്ക് എഴുതാൻ സാധിക്കും. അത് നമ്മൾ ചുമ്മാ ഇമോഷൻ വെച്ചുള്ള കളി മാത്രമല്ല, നമുക്കതിനൊരു റീസണിങ് ഉണ്ടായിരിക്കും പല കാര്യങ്ങൾക്കും. ഇപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഒരു ഭാഗമാണ് വിചാരിക്കുക. നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊരു കാര്യത്തെ വിചാരിക്കും, നമുക്ക് ഈ സാധനമൊക്കെ ഇങ്ങനെ വരും, തന്നെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. അതാണ് INFJയുടെ ഒരു പ്രത്യേകത. ഈ നമ്മൾ ഫീലിംഗ് അല്ലാണ്ട് ഇപ്പോൾ ഒരു INTJ ലെവലിലൊക്കെ ആണെങ്കിൽ അവർ ഇമോഷൻസിനൊന്നും പരിഗണിക്കുന്നുണ്ടാവില്ല. അവർ റീസണിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒരു
പൊതുവേ കുറേ പ്രായം കഴിഞ്ഞാലാണ് പിന്നെ ഇവർക്ക് ഫീലിംഗ് സാധനമൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടൊക്കെ വരിക. അപ്പോൾ 30 വയസ്സൊക്കെ ആയാലാണ് INTJ കുറച്ചുകൂടി രസമായിട്ടുള്ള ഒരു INFJയുടെ കുറേ സാധനങ്ങൾ കോപ്പി അടിക്കുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഇട്ട് പൊതുവെ വരലുള്ളൂ. എല്ലാവരും അങ്ങനെയല്ല പൊതുവെ. അടുത്ത് ഇൻഫീരിയർ ഫംഗ്ഷൻ, അതായത് നമ്മൾ അവസാനത്തെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ INFJയിൽ വരുന്നത് എക്സ്ട്രോവേർട്ടഡ് സെൻസിങ്. SE, എന്ന് പറഞ്ഞാൽ സെൻസിങ് അല്ലേ, എന്നെ സൂചിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ എക്സ്ട്രോവേർട്ടഡ് സെൻസിങ്. എന്താ എക്സ്ട്രോവേർട്ടഡ് സെൻസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സ്ട്രോവേർട്ടഡ് സെൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് ഇപ്പോൾ ഒരാൾ നമ്മുടെ മുന്നിൽ നിന്ന് അലറി വിളിക്കണമെന്ന് വിചാരിക്കുക, ഇത് നമ്മളെ പെട്ടെന്ന് ബാധിക്കും. അല്ലെങ്കിൽ ഭയങ്കര ബഹളമാണ് വിചാരിക്കുക, അത് നമ്മളെ പെട്ടെന്ന് കേൾക്കും. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ പെട്ടെന്ന് ടച്ച് ചെയ്ത് വിചാരിച്ചൊക്കെ നമ്മളെ വല്ലാണ്ട് ബാധിക്കും. അതായത് സെൻസറി ആയിട്ടുള്ള സംഗതികൾ നമ്മളെ പെട്ടെന്ന് ബാധിക്കും. അതിപ്പോൾ ടച്ച് ആയിക്കോട്ടെ, സ്മെല്ലായിക്കോട്ടെ, കാണുന്ന ഒരു വിഷ്വലായിക്കോട്ടെ, കേൾക്കുന്ന ഒരു ശബ്ദമായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ ഒരുപാട് ടേസ്റ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ വല്ലാണ്ട് നമ്മൾ ബാധിക്കും. ഇതാണ് എക്സ്ട്രോവേർട്ടഡ് സെൻസിങ്. അൺഹെൽത്തി ആയ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഈ റിയാലിറ്റീനെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി റിയാലിറ്റിയിൽ നമ്മൾ ജീവിക്കാൻ പാടാണ്. അതായത് ഇപ്പോൾ എന്താ നടക്കണം അതിൽ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പാടാണ്. നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ 1, 2, 3 സാധനങ്ങൾ മാറി പറവറോന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോഴത്തെ ഈ പ്രസൻസ് ഓഫ് മൈൻഡ് വിട്ടിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കുറേ സെൻസറി ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കും. സെൻസറി എക്സ്പീരിയൻസുകളിൽ ഇൻ്റലിജൻ്റ് ആവാനുള്ള ശ്രമം നടത്തും. ഇത് അൺഹെൽത്തി INFJകളുടെ ഒരു പ്രത്യേകതയാണ്. അതായത് ആൽക്കഹോൾ കൺസംഷൻ, ഡ്രഗ് അബ്യൂസ്, അതേപോലെ എന്താ ചെയ്യാം, സെക്സ്, അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, അല്ലെങ്കിൽ തോന്നിയ പോലെയുള്ള സാധനം. അതായത് നമുക്ക് ഇമോഷണലി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ നമുക്കൊരുപാട് ഹേർട്ടായിരിക്കുന്ന സമയത്തൊക്കെ ഓവറായിട്ട് സെൻസറി എക്സ്പീരിയൻസിൽ ഇൻ്റലിജൻ്റ് ആവും ഈ നമ്മുടെ സെൻസറി. അപ്പോൾ ഈ SE നമുക്ക് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല സക്സസ്ഫുള്ളായ അടിപൊളിയായിട്ടൊരു INFJ, മിതത്തുള്ള ഒതുക്കുള്ള INFJ ആയിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഇറ്റ് ടേക്സ് ടൈം ആൻഡ് എക്സ്പീരിയൻസസ്. നമ്മളൊന്ന് ഗ്രൗണ്ടഡായിട്ട് വരാൻ INFJ വളരെ പാടാണ്. കാരണം ഒരുപാട് പേര് നമ്മൾ പറ്റിച്ചിട്ടുണ്ടായിരിക്കും. അതിഭീകരമായ രീതിയിലുള്ള ദുരനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറേ കാര്യമുണ്ട്. ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും എല്ലാവരും ഒക്കെ. പിന്നെ നമുക്കൊരു അത്യാവശ്യം സർക്കാസ്റ്റിക്കായ ഫണ്ണി ആയിട്ടുള്ള ഒരു സൈഡും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പിടിച്ചേക്കാം. അല്ലെങ്കിൽ പലരും സൂയിസൈഡ് ചെയ്യുക, അങ്ങനെ പ്രശ്നങ്ങൾ പലരും ഉണ്ടാവുള്ളൂ, ഒറ്റപ്പെട്ട രീതിയിൽ തോന്നലും ഒക്കെ. കാരണം നമ്മൾ വളരെ സെൻസിറ്റീവായ ആളുകളാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ തരുള്ളൂ ഈ എക്സ്ട്രോവേർട്ടഡ് സെൻസിങ്ങിനെ നമ്മൾ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മറ്റ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻസിനൊക്കെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. പക്ഷേ പ്രത്യേകിച്ച് എക്സ്ട്രോവേർട്ടഡ് സെൻസിങ്ങിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് നമ്മൾ ടയേർഡാവുകയൊക്കെ ഉണ്ടായിരിക്കും. ഇതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. പലപ്പോഴും നമ്മൾ 3-4 ദിവസങ്ങളൊക്കെ ഇത് മാറിക്കിടുന്നത്. ചിലവ് സെർച്ചിൽ നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ആളുകളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ചിലപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോകും. അല്ലെങ്കിൽ ആ അക്കൗണ്ട് പിന്നെ ഉപയോഗിക്കാണ്ട് പോകും. ഡിലീറ്റ് ചെയ്യാനല്ല, നമ്മൾ അക്കൗണ്ട് ഉപയോഗിക്കാണ്ട് പോകും. അപ്പോൾ കാര്യമായ ഒരു ഗ്യാപ്പ് നമ്മളെടുക്കുക. ഈ സെൻസറി എക്സ്പീരിയൻസുകൾ നമ്മളെ കാര്യമായി ബാധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് INFJ പേഴ്സണാലിറ്റിയുടെ ഉള്ള ആളുകളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ സ്റ്റാക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ലൈഫിനെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളോട് ഇടപെടുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നത്, നമ്മളെങ്ങനെ ഫിസിക്കലി, മെൻ്റലി, സെക്ഷുവലി, ഇമോഷണലി ഒക്കെ ഇൻ്റലക്ച്വലി ഇതൊക്കെ നമ്മളെങ്ങനെ ബാധിക്കുന്നതൊക്കെ ഉള്ളവർ കാണിക്കുന്ന ഒരു സാധനമാണ് ഇത്. പിന്നെ തുടക്കത്തിലെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞ എല്ലാ INFJ ഒരുപോലെയല്ല, വ്യത്യാസങ്ങളുണ്ടായിരിക്കും. പ്രായത്തിനനുസരിച്ച്, ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നതനുസരിച്ച്, ഏത് മേഖലയാണ് ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ടൊക്കെ ഇത് മാറ്റങ്ങളുണ്ടായിരിക്കും. ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ അതിനനുസരിച്ചൊക്കെ മാറ്റങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ കണക്റ്റഡ്. താങ്ക് യു.